ഹായ്, ഗുഡ് മോർണിംഗ്. എന്നാൽ നമ്മൾക്കിന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി നോക്കിയാലോ. ഫൈബർ കണ്ടൻറ്റും അയണും മഗ്നീഷ്യവും മിനറൽസും ഒക്കെ ഒരുപാട് അടങ്ങിയ ഒരു ഫുഡ്. നമ്മളുടെ ചെറുപയറും നമ്മളുടെ റോ ബനാനയുടെ തൊലിയും ഒക്കെ കൂടെ ചേർത്തിട്ട് നല്ല അടിപൊളി ടേസ്റ്റിലൊരു തോരൻ. അപ്പോൾ എങ്ങനെയാണ്? എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലേ? വീടുകളിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്. അതുകൊണ്ട് ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കുക. ഹെൽത്തി മാത്രമല്ല, നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റുകളായി എന്നെ അറിയിക്കുക. അപ്പോൾ നമ്മൾക്കിതിൻ്റെ ഇൻഗ്രീഡിയൻസും പ്രിപ്പറേഷനും നോക്കാം. നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് നമ്മളുടെ കായുടെ തൊലി അരിഞ്ഞു വച്ചേക്കുന്നത്, തലേ ദിവസം നമ്മൾ വെള്ളത്തിലിട്ട ചെറുപയർ, കുറച്ച് തേങ്ങ, ഒരു 4 ടേബിൾ സ്പൂണോളം തേങ്ങ, 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 4 അല്ലി വെളുത്തുള്ളി, 6 അല്ലിയോളം ചുവന്നുള്ളി. ഇത്രയാണ് നമുക്ക് ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത്. ഇനി നമ്മൾക്ക് ഇതിൻ്റെ പ്രിപ്പറേഷൻ നോക്കാം. നമ്മൾക്ക് ആദ്യം നമ്മളുടെ ചെറുപയർ അടുപ്പത്ത് വെച്ച് ഒരു 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. നമ്മൾ പാത്രത്തിലേക്ക് ചെറുപയർ ഇട്ട് കൊടുക്കുകയാണ്. ചെറുപയർ ഒരു 2 മിനിറ്റ്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് ചെറുപയർ 2 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നമ്മൾ കായുടെ തൊലി അതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. നമ്മളിത് അടച്ചു വെച്ച് വേവിക്കാൻ പോകണം. 2 മിനിറ്റിന് ശേഷം നമ്മൾക്ക് ഇതിനകത്തേക്ക് നമ്മളുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കായുടെ തൊലി കൂടി ചേർത്ത്. നമ്മൾ അടച്ചു വെച്ചിട്ട് 2 മിനിറ്റോളമായി. ഇതൊരു പകുതി വേവായിട്ടുണ്ട് പയർ. ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് കായുടെ തൊലി കൂടി ചേർത്ത് വേവിക്കാം. കായുടെ തൊലിക്ക് പയറിൻ്റെ അത്രയും വേവില്ലാത്തതുകൊണ്ടാണ് നമ്മൾ 2 ടൈമിലായിട്ട് ഇട്ടേക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. നമ്മളിനി തേങ്ങയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചെറിയുള്ളിയും കറിവേപ്പിലയും ഒക്കെ കൂടെ ഒന്ന് ഒതുക്കിയെടുക്കാൻ പോവാണ്. നമ്മൾ തേങ്ങ ഒതുക്കിയെടുത്തു. ഇനി നമ്മൾക്കിത് നമ്മളുടെ ചെറുപയറും കായുടെ തൊലിയും കൂടെ വേവിച്ചതിനകത്തേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ചെറിയ തീയിൽ ഒന്നും കൂടി അടച്ച് ഒരു 2 മിനിറ്റ് കൂടി നമുക്ക് വയ്ക്കാം. ഇത് വളരെ നമ്മളുടെ അയൺ കണ്ടൻറ്റും മിനറൽ കണ്ടൻറ്റും ഒക്കെ ഒരുപാട് കൂടിയ ഒരു ഹെൽത്തി ഫുഡാണ് ശരിക്കും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾക്കും കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒക്കെ ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡും കൂടിയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീടുകളിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾക്കപ്പോൾ ഇത് അടച്ചു വെച്ച് ഒന്നും കൂടി ഒരു 2 മിനിറ്റ് കൂടി ചെറിയ തീയിൽ അടച്ചു വയ്ക്കാം. അപ്പോൾ നമ്മളുടെ ആ അരപ്പിൽ നന്നായിട്ട് ആവിയെല്ലാം കയറി നന്നായിട്ട് അതെല്ലാം വെന്ത് ഇതിനോട് ചേർന്നിട്ടുണ്ടാവും. അതുവരെ നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. നമ്മളുടെ പയർ നന്നായിട്ടെല്ലാം വെന്ത് അരപ്പും എല്ലാം വെന്ത് നന്നായി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇത് വാങ്ങി വയ്ക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് താളിച്ചിടാനുള്ളത് ചേർക്കാം. പാൻ ചൂടാക്കാൻ വെച്ചു. ചൂടായ പാനിലേക്ക് നമ്മൾക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുത്തു.
നമ്മളുടെ കടുക് പൊട്ടിക്കഴിഞ്ഞു. ഇതിനകത്തേക്ക് ഒരു 2 കഷ്ണം ചെറിയുള്ളി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് താളിക്കുവാണ്. നമ്മൾ താളിച്ച് വെച്ചേക്കുന്നത് നമ്മളുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളുടെ രുചിയും അതേപോലെ തന്നെ ഗുണങ്ങളും മുന്നിൽ നിൽക്കുന്ന കറിയാണിത്. എല്ലാവരും ഇത് വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഒരുപാട് മിനറൽ കണ്ടൻസും അയൺ കണ്ടൻറ്റും ഒക്കെ കൂടുതൽ കിട്ടുന്ന ഒരു കറിയാണിത്. അതുപോലെ തന്നെ നല്ല രുചിയുമാണ്. അതുകൊണ്ട് എല്ലാവരും ഇത് വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വിഭവമായി നമുക്ക് മറ്റൊരു ദിവസം കാണാം. താങ്ക്